എനിക്ക് മൂന്നാമത്തെ പ്രഗ്നൻസിയായി. പക്ഷേ അത് ഭയങ്കര കോംപ്ലിക്കേഷനും ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ 7-ാം മാസം ഭയങ്കര ബ്ലീഡിങ്ങൊക്കെ ആയി, ലേബർ റൂമിൽ കയറ്റി ഇപ്പം തന്നെ സിസേറിയൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടരുതെന്ന്. മാതാവിൻ്റെ കാരുണ്യത്താൽ അന്ന് ഒന്നും ചെയ്യാൻ ഒരു കുഴപ്പമില്ലാതെ കുറച്ച് നേരം ഒബ്സർവേഷന് കടന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് 9-ാം മാസം ആയപ്പോഴത്തേക്കും എനിക്ക് നോർമലായിട്ട് ഒരു പെൺകുഞ്ഞിനെ മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എല്ലാം അറബികളായിരിക്കും, പാകിസ്ഥാനി, ഫിലിപ്പീനികൾ അവരൊക്കെ ആയിരിക്കും, നേഴ്സുമാർ ലേബർ റൂമിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്ക് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എൻ്റെ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് ടൈമിൽ തൊട്ട് മാതാവ് എന്നെ ലേബർ റൂമിൻ്റെ അവിടെ വരെ, ഞാൻ ലേബർ റൂമിൽ കയറിയപ്പോൾ അവിടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഉണ്ടായിരുന്ന 3 ചേച്ചിമാർ മലയാളികളായിരുന്നു. അവർക്കൊക്കെ കൃപാസന മാതാവിനെ അറിയുന്നവരായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം എനിക്ക് മാതാവിനെ അറിയുന്ന ഓരോ സ്റ്റാഫുകളായിരുന്നു എന്നെ വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. മാതാവ് തന്നെ ഈ ഒരു